ഡൊണാൾഡ് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം അമേരിക്കയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന താരിഫ് ഏതൊക്കെ കമ്പനികളുടെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരാണ് താരിഫ് അമേരിക്കയ്ക്ക് നൽകുന്നത്? ഏകദേശം 136 ലക്ഷം കോടിയോളം രൂപ ഇതുവരെ താരിഫ് ഇനത്തിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്ക തന്നെ അവകാശപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് ഇത് കൊടും ചതിയാണ് എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം നടന്നൊരു ചർച്ചയിൽ ഗോൾഡ്മാൻ സാഷ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തക അവിടെയുള്ള ബെസൻറ്റ്, അമേരിക്കയുടെ വലിയ വിദഗ്ധനായിട്ടുള്ള ബെസൻറ്റിനോട് പറയുന്നു, ഈ 86% താരിഫ്, അതായത് അമേരിക്കയിലേക്ക് വന്ന താരിഫിൽ 86% താരിഫും ആ പണവും അമേരിക്കൻ കമ്പനികളുടെ കയ്യിൽ നിന്നാണ് തന്നെയാണ് വന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ബെസൻറ്റ് പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ അമേരിക്കൻ ജെൻസി കുട്ടികൾക്കിടയിലും അമേരിക്കൻ സോഷ്യൽ മീഡിയകൾക്കിടയിലും വലിയ രീതിയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ്മാൻ സാക്സ് സേസ് 86% ഓഫ് ദ താരിഫ് റവന്യൂ കളക്റ്റഡ് സോ ഫാർ ഹാസ് ബീൻ പെയ്ഡ് ബൈ അമേരിക്കൻ ബിസിനസ്സേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതായത് 86% താരിഫ് പണവും ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, അടച്ചിരിക്കുന്നത് അമേരിക്കൻ ബിസിനസ്മാൻമാരും അമേരിക്കൻ കൺസ്യൂമേഴ്സുമാണ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡു യു അക്നോളജ് ദാറ്റ് ദീസ് താരിഫ് ആർ എ ടാക്സ് ഓൺ അമേരിക്കൻ കൺസ്യൂമേഴ്സ്? അതായത് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയത് ഇന്ത്യക്ക് മേലും ബ്രസീലിന് മേലൊക്കെ ആണെങ്കിലും ഇപ്പോൾ അമേരിക്കൻ കൺസ്യൂമേഴ്സിന് മേലാണ് ഈ താരിഫ് ഒരു ബോംബ് പോലെ വന്ന് പതിച്ചിരിക്കുന്നത് എന്നാണ് ഗോൾഡ്മാൻ സാഷ് പറയുന്നത്. എന്തായാലും ഇതെല്ലാം കേട്ടുകൊണ്ട് ബെസൽ അവിടെ യാതൊന്നും പറയാൻ കഴിയാതെ ഇരിക്കുന്നൊരു സാഹചര്യമാണ് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമത്തിലെ ഒരു അഭിമുഖത്തിൽ നിന്നാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.